Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ഷോർട്സ് വന്നത് മുതൽ ഒരുപാട് ക്രിയേറ്റേഴ്സിനുള്ള ഡൗട്ടാണ്. ഇതിൽ ഞങ്ങൾ യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് ഇടുക മൂലം ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. കാരണം ഇതിൽ നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊന്നും യൂട്യൂബ് ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നതല്ല. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഏണിങ്സ് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ തമ്പനയിൽ വെച്ചാലും നമുക്കത് യൂട്യൂബ് ഷോർട്സിൽ കാണാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പേർക്കുള്ള ചിന്തയാണ് ഞങ്ങൾ എന്തിനാണ് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ടീമോട് ചാറ്റ് ചെയ്താലും യൂട്യൂബ് ടീം പറയുന്നത്, അതായത് ഇതിൽ പറയുന്നത് ഇപ്പോഴും എക്സ്പെരിമെൻ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും അത് ബീറ്റ വെർഷനിലേ കാണുകയുള്ളൂ. ഇതിനായിട്ട് പ്രത്യേകം ഒന്നും ലോഞ്ച് ആയിട്ടില്ല. ഷോർട്സ് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഒന്നും ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും എക്സ്പെരിമെൻ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തമ്പനയിൽ നമ്മൾ വെച്ചാലും, ഇപ്പോൾ നമ്മൾ ഷോർട്സിന് തമ്പനയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തമ്പനയിൽ കാണുന്നതായിരിക്കില്ല. അതേപോലെ തന്നെ ഏണിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏണിങ്സ് നമുക്ക് ഡോളറിൻ്റെ ചിഹ്നമൊക്കെ അവിടെ ഓണാക്കി ഇടാൻ പറ്റും, പക്ഷേ ഏണിങ്സ് വരുന്നതല്ല. അതെന്താണ്? നമ്മുടെ വീഡിയോ യൂട്യൂബ് ബ്രൗസറിലൂടെ കാണുകയാണെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ രൂപത്തിൽ, അതായത് ഷോർട്സിലല്ലാണ്ട് മറ്റു വീഡിയോ രൂപത്തിൽ കാണുകയാണെങ്കിൽ ചുരുങ്ങിയ രീതിയിലുള്ള ഏണിങ്സ് കിട്ടുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ഒരാൾക്കും അയക്കുന്നതല്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല അങ്ങനെയുള്ള ഒരു മെത്തേഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഷോർട്സിന് വേണ്ടി തനിയെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച്. ഷോർട്സിന് വേണ്ടി തനിയെ ചാനൽ ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ $100 മില്യൺ ഈ ഷോർട്സിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നവർക്ക് ഈ ഒരു ഫണ്ട് യൂട്യൂബ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു $100 മില്യൺ ഫണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ അവിടെ നിന്നിട്ട് ഒരുപാട് പേര് പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പോവാത്തത് കൊണ്ട് ഷോർട്സിന് മാത്രമായിട്ട് അവരൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത് ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ ഇത്തരത്തിലുള്ള വീഡിയോ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ, അതായത് അത് ബ്രൗസർ ഫീച്ചർ വഴി കാണുകയാണെങ്കിൽ മാത്രമേ അത് വീഡിയോ രൂപത്തിൽ അതിലുള്ള വാച്ച് ടൈമും അതുപോലെ ഏണിങ്സ് ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് അധികം പോകുന്നത് ഷോർട്സ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, അതിന് തനിയെ ഒരു ചാനൽ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഴയ ചാനൽ ഉണ്ടെങ്കിൽ അതിലൂടെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിനു വേണ്ടി വേറെ ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു വ്യവസ്ഥയുമില്ല. ഓക്കെ, നമുക്ക് പഴയ ചാനൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരികയാണെങ്കിൽ, മില്യൺ കണക്കിനൊക്കെ വ്യൂസായി നല്ല വൈറലാക്കി ആണെങ്കിലാണ് ആ ഒരു $100 മില്യൺ ഫണ്ടിൽ നിന്ന് നമുക്കൊരു ക്യാഷ് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് മുമ്പേ നമ്മൾ വീഡിയോ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ ഒരുപാട് എക്സ്പെരിമെൻ്റൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫീഡ്ബാക്ക് അയക്കുമ്പോൾ അതിലുള്ള അഭിപ്രായങ്ങളെല്ലാം നോക്കിക്കണ്ടാണ് ഇവർ പുതിയ ഫീച്ചറൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ലോഞ്ച് ആയിട്ടൊന്നുമില്ല. ഷോർട്സിന് വേണ്ടി മാത്രം തനിയെ ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ബീറ്റ വെർഷനിൽ തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ വല്ല അപ്ഡേറ്റും വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാളും പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, $100 മില്യൺ ഫണ്ട് അനുവദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നന്നായിട്ട് വൈറലാവുന്നവർക്ക് അതിൽ നിന്നുള്ള ഒരു ഏണിങ്സ് തീർച്ചയായിട്ടും ആ ഫണ്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.